Good morning, all. Good morning. നമ്മള് പറഞ്ഞു നിർത്തിയത് അല്ലെ സ്റ്റെറിലൈസേഷനുമായി ബന്ധപ്പെട്ടതാണ്. PDF ഒന്ന് മാറ്റിയിരിക്കുക. സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റിന്റെ എടുക്കുക റിസൾട്ട്സ് ആണ്. പക്ഷെ ഞാൻ കേരളത്തിലായിട്ട് വന്നു. അപ്പൊ നോക്കാം, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റിന്റെ PDF എടുക്കാം. നമ്മളപ്പോ എവിടെ വരെയാ പറഞ്ഞു നിർത്തിയത്? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? സ്റ്റെറിലൈസേഷൻ ഏരിയ വരെ. പാക്കിംഗ് ഏരിയ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് ഇത് നോക്കാം. എന്താണ് സ്റ്റെറിലൈസേഷനുമായി ബന്ധപ്പെട്ട അല്ലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. അതായത് അണുവിമുക്തമാക്കിയിട്ട് പാക്കിംഗ് ഏരിയ തന്നെ പറയുന്നത് സ്റ്റെറിലൈസേഷൻ നെക്സ്റ്റ് എടുക്കേണ്ടത് അല്ലെ. അപ്പൊ എന്താണ് നമ്മൾക്ക് അറിയാം എന്തിനു വേണ്ടിയിട്ടാണ് സ്റ്റെറിലൈസേഷൻ ഫംഗ്ഷൻ നമ്മൾ നടത്തുന്നത് എന്നുള്ളത്. അതായത് ആ ഒരു ഹോസ്പിറ്റലിൽ എന്തെങ്കിലും മുറിവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അണുവിമുക്തമാക്കിയ എക്യുപ്മെന്റ്സ് കൊണ്ട് തന്നെ കൈകാര്യം ചെയ്യേണ്ടത് ഉള്ളത് കൊണ്ട്, അതായത് വീണ്ടും എന്തെങ്കിലും ആ മുറിവൊന്നും ഉണങ്ങാതിരിക്കാൻ പാടില്ല, എപ്പോഴും ഉണങ്ങണം അല്ലെ. മുറിവുകളെ എത്രയും പെട്ടെന്ന് ഉണങ്ങി ഭേദമാകേണ്ടതുണ്ട്. അതില് എക്യുപ്മെന്റ്സില് എന്തെങ്കിലും അണുക്കൾ ഉണ്ടെങ്കിൽ ആ അണുക്കൾ വെച്ചുകൊണ്ട് വീണ്ടും എന്തെങ്കിലും മുറിവ് ഉണ്ടാക്കിയാല് എന്താണ് അവിടെ അണുബാധ ഏൽക്കാനായിട്ട് സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റെറിലൈസേഷൻ എന്ന ഒരു പ്രവർത്തനം പ്രധാനമായിട്ട് നടക്കുന്നത്. അപ്പൊ ഹോസ്പിറ്റലിന്റെ ഒരു എല്ലാ തരത്തിലും ഉള്ള ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സ് എല്ലാം തന്നെ അണുവിമുക്തമാക്കുന്ന ഒരു പ്രോസസ്സ് ചെയ്യുന്ന ഒരു വിങ് ആണ് സ്റ്റെറിലൈസേഷൻ ഡിപ്പാർട്ട്മെന്റ്. അതിന്റെ പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലെ. അതിന്റെ ഒരു കുറച്ച് പ്രവർത്തനത്തിന്റെ ഒന്ന് രണ്ട് ഭാഗം നമ്മൾ കഴിഞ്ഞു. അതായത് റിസീവിങ് ഏരിയ, ഇത്തരത്തിലുള്ള അണുക്കൾ നിറഞ്ഞിരിക്കുന്ന എക്യുപ്മെന്റ്സുകൾ അത് ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് സ്വീകരിക്കുന്ന ഒരു വിങ് ആണ് റിസീവിങ് ഏരിയ. തന്നെ ക്ലീനിങ് ഏരിയയിലേക്ക് അതിന് ചില പ്രവർത്തനങ്ങൾക്ക് ശേഷം ക്ലീനിങ് ഏരിയയിലേക്ക് എത്തിക്കുന്നു. ദെൻ പാക്കിംഗ് ഏരിയ, നമുക്കറിയാം സ്റ്റെറിലൈസേഷൻ എന്ന ഒരു പ്രവർത്തനം നടത്തി കഴിഞ്ഞാൽ പിന്നെ അത് ആർക്കും ടച്ച് ചെയ്യാൻ പാടില്ല അല്ലെ. ഒരു ചെറിയ ടച്ച് തന്നെ മതി അതിലൂടെ അണുക്കള് അതേ പറ്റി പിടിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ പാക്കിംഗ് ഏരിയയിലേക്ക് ശേഷമാണ് സ്റ്റെറിലൈസേഷൻ ഏരിയയിലേക്ക് എത്തിപ്പെടുന്നത്. അപ്പൊ നമ്മൾ പാക്കിംഗ് ഏരിയ വരെയാണ് പറഞ്ഞു നിർത്തിയത്. എന്താണ് ക്ലീൻഡ് ആൻഡ് ഡ്രൈഡ് ഇൻസ്ട്രുമെന്റ് ആർ പാക്ഡ് ബിഫോർ സ്റ്റെറിലൈസേഷൻ സോ ദാറ്റ് ദേ ആർ നോട്ട് while handling after they are sterilized. സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞ എക്യുപ്മെന്റ്സ് ആകുമ്പോൾ എന്താണ് അതുമ്മ ഒന്നും പറ്റിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് തന്നെ മുമ്പ് തന്നെ പാക്കിംഗ് കാര്യങ്ങൾ നടത്തുന്നത്. Most of the item are packed in a trays which are covered with a double layer of a cotton cloth. നമുക്കറിയാം പാക്ക് ചെയ്യുന്നത് ഒരു അല്ലെ ഈ എക്യുപ്മെന്റ്സ് ഒക്കെ ആയതുകൊണ്ട് ഷാർപ്പൺ ആയിട്ടുള്ള വസ്തുക്കളൊക്കെ ആവുന്നത് കൊണ്ട് തന്നെ ട്രേകളിലാണ് ഇത്തരത്തിലുള്ള എക്യുപ്മെന്റ്സ് എല്ലാം കീപ്പ് ചെയ്യുന്നത്. ദെൻ അതെന്ത് ചെയ്യുന്നു, കവർ ചെയ്യുന്നത് എന്താണ് കോട്ടൺ ലെയർ അല്ലെ ഡബിൾ ലെയർ ഓഫ് കോട്ടൺ ക്ലോത്ത് ഉപയോഗിച്ചുകൊണ്ട് അത് കവർ ചെയ്യുന്നു. ദെൻ വീണ്ടും അതിൽ പറഞ്ഞു എഫക്റ്റീവ് ഇത് എന്താണ് എൻവലപ്സ്, പേപ്പർ എൻവലപ്സ് ഒക്കെ എഫക്റ്റീവ് ആണ്, പക്ഷെ ഇത്രയും കൂടിയും എന്താണ് കോസ്റ്റ്ലി ആണ് എന്ന് പറഞ്ഞു. പിന്നെ സീലിംഗ് മെഷീൻ ഈസ് യൂസ്ഡ് എന്ന് പറഞ്ഞുള്ള കാര്യം പറഞ്ഞു. ആഫ്റ്റർ പാക്കിംഗ് ആൻഡ് സീലിംഗ് ദ ഇൻസ്ട്രുമെന്റ്സ് ആർ ട്രാൻസ്ഫേർഡ് ഫോർ സ്റ്റെറിലൈസേഷൻ. അതിനുശേഷമാണ് സ്റ്റെറിലൈസേഷൻ എന്ന ഒരു ഏരിയയിലേക്ക് ഈ മെഷീൻസ് ഈ എക്യുപ്മെന്റ്സ് എല്ലാം എത്തിപ്പെടുന്നത്. നെക്സ്റ്റ് നമുക്ക് എടുക്കാനുള്ളത് സ്റ്റെറിലൈസേഷൻ ഏരിയ ആണ്. എന്താണ് സ്റ്റെറിലൈസേഷൻ ഈസ് ഡൺ ബൈ either of two method in PSFB. അതായത് നമ്മുടെ ഈ രീതി അനുസരിച്ചിട്ട് ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ രണ്ട് രീതിയിലാണ് സ്റ്റെറിലൈസേഷൻ അണുവിമുക്തമാക്കുക എന്നുള്ള പ്രവർത്തനം നടത്തുന്നത്. ഒന്ന് ഓട്ടോക്ലേവ് മെഷീൻ ഉപയോഗിച്ചിട്ടും, രണ്ട് എന്താണ് എത്തിലൈൻ ഓക്സൈഡ് മെഷീൻ ഉപയോഗിച്ചിട്ടും. അതായത് ഒന്നിലെ എന്താണ് ഒരു ടെമ്പറേച്ചർ അത് യൂസ് ചെയ്തിട്ട് അത് നീരാവി അല്ലെ
അതിലൂടെ അണുക്കളെ നശിപ്പിച്ച് കളയുന്ന ഒരു രീതിയാണ് ഒരു 100% 100 ഡിഗ്രിയേക്കാൾ മേലെയുള്ള രീതിയിൽ തന്നെയുള്ള ടെമ്പറേച്ചർ കൊടുത്തിട്ട് അണുക്കളെ നശിപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ്. മറ്റൊന്ന് എന്താണ് നമ്മൾ പറയുന്നത്, ഗ്യാസിന്റെ ഒരു പ്രവർത്തനത്തിലൂടെയാണ് അതിന്റെ സ്റ്റെറിലൈസേഷൻ ഫംഗ്ഷൻ നടത്തുന്നത്. എന്താണെന്ന് നോക്കാം. എന്താണ് ഓട്ടോക്ലേവ്സ്, സ്റ്റീം സ്റ്റെറിലൈസേഷൻ എന്താണെന്ന് നോക്കാം. Steam under pressure in the most affordable method of sterilization. അതായത് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അല്ലെ, നമ്മൾക്ക് താങ്ങാവുന്ന രീതിയിൽ എന്ന് പറയുന്നത്. അപ്പൊ വലിയ കോസ്റ്റ്ലി അല്ലാത്ത രീതിയിൽ തന്നെ ഒരു സ്റ്റെറിലൈസേഷൻ ഫംഗ്ഷൻ നടത്താവുന്ന ഒരു ഇതാണ് മെത്തേഡാണ് ഓട്ടോക്ലേവ് സ്റ്റെറിലൈസേഷൻ. Autoclave produces steam at temperature of 121 degrees centigrade under 15 volts of pressure. അതായത് നമുക്കറിയാം അല്ലെ, ഒരു മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിൽ ടെമ്പറേച്ചർ, ചൂട് പ്രവഹിക്കുമ്പോൾ അണുക്കള് നഷ്ടപ്പെടുത്തുന്ന ഒരു രീതി അത്രയും മനസ്സിലാക്കാനുള്ളൂ. അതായത് 121 ഡിഗ്രി സെന്റിഗ്രേഡില് അത്രയും ചൂടുള്ള രീതിയിൽ തന്നെ 15 വോൾട്ട്സ് പ്രഷർ കൊടുക്കുമ്പോൾ ആ ഒരു സമ്മർദ്ദത്തിന്റെ ബേസില് അതിനെ പറ്റിപ്പിടിച്ചിരിക്കുന്ന എല്ലാ തരത്തിലുള്ള സൂക്ഷ്മജീവികളും അപ്പാടെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു രീതിയാണിത്. ഇൻ ദിസ് പ്രോസസ് 20 minutes ഈസ് നീഡഡ് ടു സ്റ്റെറിലൈസ്. ഒരു 20 മിനിറ്റ് ഇത്തരം പ്രവർത്തനത്തിലേക്ക് എക്യുപ്മെന്റ്സ് കടത്തിവിടുമ്പോൾ അതോടുകൂടി എന്തെങ്കിലും അല്ലെ, ഏതെങ്കിലും രീതിയിലുള്ള അണുക്കൾ, സൂക്ഷ്മജീവികളോ എന്തെങ്കിലും മലിനമാക്കപ്പെടുന്ന എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായെങ്കിൽ അതെല്ലാം പൂർണ്ണമായിട്ടും നമുക്ക് ഒഴിവാക്കി കിട്ടാനായിട്ട് ആ ഒരു മലിനമായിട്ടുള്ള ഒരു അന്തരീക്ഷം, അതായത് അണുക്കൾ ഒന്നും തന്നെ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. ഒരു 20 മിനിറ്റോളം എന്താണ് 15 പൗണ്ട് മർദ്ദത്തില് 121 ഡിഗ്രി സെന്റിഗ്രേഡില് നമ്മള് അല്ലെ ചൂട് പ്രവഹിക്കുമ്പോഴാണ് ഈ ഓട്ടോക്ലേവ് പ്രോസസ്സ് കൊണ്ട് സ്റ്റെറിലൈസേഷൻ നടത്തുന്നത്, അതായത് അണുവിമുക്തമാക്കുന്ന പ്രോസസ്സ് നടത്തുന്നത്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടാവും, ഈ 15 പോൺസ് എന്നുള്ളത്, അതായത് 1 പോൺസ് പറയുന്നത് 454 ഗ്രാംസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആയിട്ടുള്ള ഒരു പോണ്ടാണ് 1 പോൺസ് എന്ന് പറയുന്നത്. അങ്ങനത്തെ 15 പോൺസ് അത്രയും മർദ്ദം ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ 1 പോൺസ് എന്താന്നുള്ളത് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അത്രയും പോൺസ് പ്രഷറിലാണ് ഇത് ഈ ചൂട് കടത്തിവിടുന്നത് 20 മിനിറ്റോളം. അത്രയും അങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ അണുക്കള് പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടത്. ഇതൊരു ഓട്ടോക്ലേവ് പ്രോസസ് ആണ്. ഇതൊരു എന്താണ് അഫോർഡബിൾ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കോസ്റ്റ്ലി അല്ലാത്ത രീതിയിൽ അണുവിമുക്തമാക്കാൻ പറ്റുന്ന ഒരു പ്രോസസ് കൂടിയാണ്. ഓക്കെ, അത്രയും നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളൂ. ഇതന്നെ നെക്സ്റ്റ് പറയുന്നത് എന്താണ്, ഇതിൽ കുറച്ച് ഇതുകൾ പറയുന്നുണ്ട് കേട്ടോ, ടൈപ്സ് ഓഫ് ഓട്ടോക്ലേവ് ഒക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് താഴേക്ക് പോകാം. എന്താണ് നെക്സ്റ്റ് പറയുന്നത്, എത്തിലൈൻ ഓക്സൈഡ് മെഷീൻ, ഇറ്റിഒ. അതായത് അതിൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഗ്യാസിന്റെ ഒരു ഇതുകൊണ്ടാണ് സ്റ്റെറിലൈസേഷൻ ഫംഗ്ഷൻ നടത്തുന്നത്. നോക്കാം എന്താണ്. ദിസ് മെത്തേഡ് ഈസ് പ്രൈമർലി യൂസ്ഡ് ഫോർ ഹീറ്റ് റെസ്പോൺസ് ആൻഡ് മോയ്സ്ചർ റെസ്പോൺസ് മെറ്റീരിയൽ ലൈക്ക് കാർഡിയാക് കത്തീഡ്രൽസ്, plastic items and endoscopes. It is a costly machine and use poisonous gas, due to which it is necessary to make sure that these items are to be free of gas molecules before using them on a patient. The entire cycle may take up to 18-12 hours. അതായത് ഈ ഒരു ഫംഗ്ഷൻ നടക്കാൻ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു 20 മിനിറ്റ് കൊണ്ട് ഈ പ്രവർത്തനം നടത്തും എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. ഇതിന്റെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു എന്താണ്, ഒരു 8-12 മണിക്കൂറിനുള്ളിൽ അത്രയും ടൈം എടുത്തിട്ടാണ് ഇതിന്റെ സ്റ്റെറിലൈസേഷൻ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. പിന്നെ എന്താണ് പറയുന്നത്, ഒരു ഇതിലെ കാർഡിയാക് കത്തീഡ്രൽസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാലോ എന്താണെന്നുള്ള കാര്യങ്ങൾ. അതായത് ഒരു സ്മോൾ ഇതാണ്, പൊതുവെ ചെറിയ ഐറ്റംസുകളൊക്കെയാണ് ഇതിൽ പൊതുവായി നമ്മൾ കൊടുക്കാറ്. എന്താണ്, സാധാരണയായിട്ട് എന്തെങ്കിലും ഡയഗ്നോസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു മെഷീൻ. ഇപ്പൊ എൻഡോസ്കോപ്പ് ഒക്കെ പറയുമ്പോൾ നിങ്ങൾക്കറിയാം, അത് വായുവിലൂടെ കടത്തിവിട്ടിട്ട് എന്തെങ്കിലും എന്നാലേ ഫോട്ടോസ് ഒക്കെ ക്യാച്ച് ചെയ്ത് എടുത്തിട്ട് തിരിച്ച് വരുന്ന ഒരു ഇതാണ്, എക്യുപ്മെന്റ്സ് ആണ്. അപ്പൊ ഇത് നമുക്കറിയാം, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴെന്താണ് ഇതിലൂടെ അണുക്കൾ നമുക്ക് നിർത്താനായിട്ട് അതല്ലേ അത് പറ്റി പിടിക്കാനൊക്കെ സാധ്യത കൂടുതലാണ്.
അപ്പൊ ഇതെല്ലാം എന്താണ് കൂടുതലായിട്ട് തന്നെ നന്നായിട്ട് തന്നെ അണുവിമുക്തമാക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അപ്പൊ നോക്കുക എന്താണ് പ്ലാസ്റ്റിക് ഐറ്റംസ് ആൻഡ് ഇതിൽ പറയുന്നുണ്ട് ദിസ് മെത്തേഡ് ഈസ് പ്രൈമർലി യൂസ്ഡ് ഫോർ ഹീറ്റ് റെസ്പോൺസ് ആൻഡ് മോയ്സ്ചർ റെസ്പോൺസീവ് മെറ്റീരിയൽസ് ലൈക്ക് കാർഡിയകം കത്തീറ്റേഴ്സ്, പ്ലാസ്റ്റിക് ഐറ്റംസ് ആൻഡ് എൻഡോസ്കോപ്പ് ഇതുപോലെയുള്ള ഐറ്റംസിലാണ് പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഇത്തരം സംഭവങ്ങളൊക്കെ നമുക്കൊക്കെ അറിയാം, ഇത് വായുവിലൂടെയൊക്കെ കടത്തിവിടുമ്പോൾ കൂടുതൽ അണുക്കൾ അത് പറ്റിപ്പിടിച്ചിരിക്കാൻ സാധ്യത കൂടുതലാണ്. പക്ഷെ അത് അണുക്കളെ പൂർണ്ണമായിട്ട് തന്നെ ഒഴിവാക്കിയതിന് ശേഷമാണ് വീണ്ടും അത് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പൊ ഇത്രയും സമയം എടുത്തിട്ടാണ് അതിലെ അണുക്കളെ നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്. അതായത് ഒരു ഇത്രയും അല്ലെ 8 to 12 hours ഓളം ഈ സ്റ്റെറിലൈസേഷൻ ഫംഗ്ഷൻ ആണ് ഇതില് നടത്തപ്പെടുന്നത്. അപ്പൊ പിന്നെയും പറയുന്നത് ഇറ്റ് ഈസ് കോസ്റ്റ്ലി മെഷീൻ, ഇതൊരു കോസ്റ്റ്ലി ആയിട്ടുള്ള മെഷീനാണ്. കാരണം അത്രയും അണുക്കളെ നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ സമയമെടുത്ത് അണുക്കളെ എല്ലാം തന്നെ നഷ്ടപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മെഷീനാണ് ഇത്. ഈ മെഷീനിൽ ഇത്തരത്തിലുള്ള വസ്തുക്കളാണ് കത്തീറ്റേഴ്സ്, അതല്ലെങ്കിൽ എൻഡോസ്കോപ്പ് പോലെയുള്ള വസ്തുക്കള്, പ്ലാസ്റ്റിക് പോലെയുള്ള എന്തെങ്കിലും അല്ലെ നമുക്കറിയാം എന്തൊക്കെയാണ് അല്ലെ നമ്മുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത് ഒരുപാട് എക്യുപ്മെന്റ്സ് ഉണ്ട് അല്ലെ. ആ എക്യുപ്മെന്റ്സുകളെല്ലാം തന്നെ എന്താണ് അണുവിമുക്തമാക്കിയിട്ട് വീണ്ടും റീയൂസിന് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ചില ഇത്തരത്തിലുള്ള ഇത് കൂടുതലായിട്ട് അണുക്കളെ പറ്റി പിടിച്ചിരിക്കാൻ സാധ്യതയുള്ള ഇത്തരത്തിലുള്ള വസ്തുക്കൾ ഒരുപാട് സമയം ചെലവഴിച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ഈ മെഷീനിലൂടെ എന്താണ് ഒരുപാട് ടൈം യൂസ് ചെയ്തിട്ടാണ് അണുവിമുക്തമാക്കുന്ന ആ ഒരു പ്രോസസ്സ് നടത്തിക്കൊണ്ട് വരുന്നത്. അത്രയാണ് ഇതിൽ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. എന്താണ് ETO എന്നുള്ളത്, എന്താണ് എത്തിലൈൻ ഓക്സൈഡ് മെഷീൻ ആണെന്നുള്ളത് ഓർക്കാം. പിന്നെ ഇത്തരത്തിലുള്ള മെഷീൻസ് ആണ് പ്രധാനമായിട്ടും ഈ രീതിയിൽ സ്റ്റെറിലൈസേഷൻ നടത്തുന്നതെന്ന് ഓർക്കാം. അതോടൊപ്പം തന്നെ ഇത്തരം സമയം എടുത്തിട്ടാണ് അവിടുത്തെ അണുക്കളെ നശിപ്പിച്ച് കഴിയുന്നതെന്നും കൂടി മനസ്സിലാക്കി വെക്കാം. ഞാൻ പറയുന്നുണ്ട് എന്താണ് ഇറ്റ് ഈസ് നെസസറി ടു മേക്ക് ഷുവർ ദാറ്റ് ദീസ് ഐറ്റംസ് ആർ ടു ബി ഫ്രീ ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ബിഫോർ യൂസിങ് ദം ഓൺ എ പേഷ്യന്റ്. അതായത് ഇതിൽ എന്തെങ്കിലും എന്തെങ്കിലും ഗ്യാസും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും നമുക്കറിയാം ഗ്യാസ് ഉപയോഗിച്ചിട്ടാണ് തന്നെയാണ് ഇത് സ്റ്റെറിലൈസേഷൻ ഫംഗ്ഷൻ നടത്തുന്നത്. അപ്പൊ അതുമ്മ എന്തെങ്കിലും മോളിക്യൂൾസ് ഒരു ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും കണങ്ങൾ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഫുള്ളായിട്ട് റിമൂവ് ചെയ്തതിനു ശേഷം മാത്രമാണ് പേഷ്യൻസിന് റീയൂസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് കൊടുക്കുകയുള്ളൂ. എത്രയും ടൈം എടുത്ത് സ്റ്റെറിലൈസേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാ തരത്തിലുള്ള മോളിക്യൂൾസുകളെയും എല്ലാം അവോയ്ഡ് ചെയ്തതിനു ശേഷം മാത്രമാണ് വീണ്ടും ഇത് റീയൂസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുള്ളൂ എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. ഓട്ടോക്ലേവ് സ്റ്റെറിലൈസേഷൻ എന്താണെന്ന് മനസ്സിലായി. അതിന് അത്രയും അല്ലെ ബുദ്ധിമുട്ട് അത്രയും അണുക്കള് പറ്റി പിടിച്ചിരിക്കും. അണുക്കൾ എന്തായാലും ഉണ്ടാവും. അത് പക്ഷെ നമുക്കറിയാം ഒരു നിശ്ചിത ടൈമിനുള്ളിൽ ഒരു 20 മിനിറ്റ്സോട് കൂടിയിട്ട് നഷ്ടപ്പെട്ടു പോകാവുന്ന അണുക്കളാണ്. ആ അണുക്കള് എന്താണ് 3 ഡിഗ്രി സെൽഷ്യസില് 121 ഡിഗ്രി സെൽഷ്യസില് 15 വോൾട്സ് മർദ്ദത്തിന് ചൂട് കൊടുത്തിട്ടാണ് അണുക്കളെല്ലാം നശിപ്പിച്ച് കളയുന്നത്. ഇതെന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളാണ് കത്തീറ്റേഴ്സും അതേമാതിരി തന്നെ പ്ലാസ്റ്റിക് ഐറ്റംസ്, എൻഡോസ്കോപ്പ് പോലെയുള്ള മെഷീൻസും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമുക്കറിയാം. പുതിയ രീതി അനുസരിച്ചിട്ടാണ് ഈ എൻഡോസ്കോപ്പ് സംഭവങ്ങളൊക്കെ വന്നിരിക്കുന്നത് അല്ലെ. ആ ഒരു സിസ്റ്റം അനുസരിച്ചിട്ട് എളുപ്പം തന്നെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കും. വയറിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് എന്താണ് അസുഖം എന്ന് പെട്ടെന്ന് തന്നെ രോഗനിർണയം നടത്താനായിട്ട് സാധിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള മെഷീൻസ് ഒക്കെ കൂടുതൽ വീണ്ടും വീണ്ടും ഉപയോഗിക്കേണ്ടി വരുമ്പോൾ സ്റ്റെറിലൈസേഷൻ നടത്തുന്നത് എന്താണ് ETO, അതായത് എത്തിലൈൻ ഓക്സൈഡ് മെഷീൻ ഉപയോഗിച്ചിട്ടാണ് സ്റ്റെറിലൈസേഷൻ അണുവിമുക്തമാക്കുന്ന പ്രോസസ്സ് നടത്തുന്നത്. അത് നടത്തുന്നത് CSSD ഡിപ്പാർട്ട്മെന്റ് ആണ്. നമുക്കറിയാം സ്റ്റെറിലൈൻ ഡിപ്പാർട്ട്മെന്റ് ആണ് സ്റ്റെറിലൈസേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അവിടെ അത് സ്റ്റെറിലൈസേഷന് വിധേയമായതിനു ശേഷം മാത്രമാണ് വീണ്ടും റീയൂസിനായിട്ട് പേഷ്യൻസിന് ഉപയോഗിക്കുന്നത്. അപ്പൊ അവിടെ 12 മണിക്കൂറോളം സ്റ്റെറിലൈസേഷൻ ഫംഗ്ഷൻ നടത്തുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ പുറത്ത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫ്ലാഷ് സ്റ്റെറിലൈസർ ഇതാണ് അതിൽ പറയുന്നത്. This machine is largely used in operation theater for emergency purposes. അത് പെട്ടെന്ന് അല്ലെ എത്രയും പെട്ടെന്ന് ഉള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഫ്ലാഷ് സ്റ്റെറിലൈസർ എന്നുള്ള ഒരു പ്രോസസ്സിംഗ് നടത്തുന്നത്. This is a specially type of autoclave that has a very short sterilization cycle of about 3-4 minutes owing to its ability to raise the temperature
to 132 degree centigrade. അതായത് നമുക്കറിയാം ചിലപ്പോ നല്ല ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ ഇത് സ്റ്റെറിലൈസിംഗ് ആയിട്ടുള്ള ഒരു ഇതോടെ സജ്ജീകൃതമാക്കിയിരിക്കുക എന്നൊക്കെ ഓപ്പറേഷൻ തിയേറ്റർ പഠിച്ചിട്ടുണ്ട് അല്ലെ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാനും അല്ലെ ഓപ്പറേഷൻ തിയേറ്ററിലെ ഓരോ പ്ലേസുകളിലും ഇതെല്ലാം സജ്ജമാക്കണം എന്നുള്ള കാര്യമൊക്കെ ഓപ്പറേഷൻ തിയേറ്ററിൽ പഠിച്ചിട്ടാണ്. അപ്പൊ അതെന്താണ് അവിടെ ഉള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ ചിലപ്പോ സ്റ്റെറിലൈസ് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടത്തി കിട്ടേണ്ടതുണ്ട്. അപ്പൊ നമുക്കറിയാം ദിസ് മെഷീൻ ലാർജ്ലി യൂസ്ഡ് നമ്മള് ചിലപ്പോഴൊക്കെ ഈ ഓട്ടോക്ലേവുമായി ബന്ധപ്പെട്ട മെഷീൻസ് ഓപ്പറേഷൻ തിയേറ്ററിൽ തന്നെ സജസ്റ്റ് വലിയ വലിയ ഹോസ്പിറ്റലിലെ ഫെസിലിറ്റി അനുസരിച്ചിട്ട് അവിടെ തന്നെ ഉണ്ടാവും. ഇൻ കേസ് നമ്മൾ പഠിക്കുന്നത് എന്താണ് ഡിപ്പാർട്ട്മെന്റ് ബേസ് ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള സ്റ്റെറിലൈസേഷൻ ആണ് പഠിക്കുന്നത്. ദിസ് മെഷീൻ ഈസ് ലാർജ്ലി യൂസ്ഡ് അത് യൂസ് ചെയ്യുന്ന ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് ഫോർ എമർജൻസി പർപ്പസിന്. ദിസ് ഈസ് എ സ്പെഷ്യലി ടൈപ്പ് ഓഫ് ഓട്ടോക്ലേവ് ദാറ്റ് ഹാസ് വെരി ഷോർട്ട് സ്റ്റെറിലൈസേഷൻ സൈക്കിൾ. നമ്മൾ നേരത്തെ കണ്ടായിരുന്നു അല്ലെ, മറ്റേത് 20 minutes ഉള്ള സ്റ്റെറിലൈസേഷൻ പ്രവർത്തനമാണ് അവിടെ ഉണ്ടായിരുന്നത് ഓട്ടോക്ലേവില്. അതായത് 20 മിനിറ്റോളമാണ് സ്റ്റെറിലൈസേഷൻ ഫംഗ്ഷൻ നടക്കുന്നത്. ഇവിടെ നമ്മൾ കണ്ടായിരുന്നു മേക്കപ്പ് 12 hours അല്ലെ, 18 മണിക്കൂറോളം സ്റ്റെറിലൈസേഷൻ നടത്തുന്ന ഒരു പ്രവർത്തനമാണ് ഇവിടെ കണ്ടത്. തന്നെ ETO കണ്ടത്. ഈ ഫ്ലാഷ് സ്റ്റെറിലൈസേഷനിൽ വന്നതിപ്പോ എന്താണ്, ഒരു നിശ്ചിത മിനിറ്റ് അല്ലെ 3-4 മിനിറ്റിനുള്ളിൽ ഈ സൈക്കിൾ പൂർത്തിയാകുകയാണ്. സ്റ്റെറിലൈസേഷൻ എന്ന അണുക്കളെ നശിപ്പിക്കുന്ന ഒരു പ്രവർത്തനം പൂർത്തിയാകുകയാണ്. Then പറയുന്നു ഇറ്റ്സ് എബിലിറ്റി ടു റേസ് ദ ടെമ്പറേച്ചർ ടു 132 degree centigrade. നമ്മൾ നേരത്തെ കണ്ട 120 degree 21 ഡിഗ്രിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് 132 ഡിഗ്രി സെന്റിഗ്രേഡിലാണ് ചൂട് പ്രവഹിക്കുന്നത്. 3-4 മിനിറ്റ് കൊണ്ടാണ് ഇത് ഇത്തരത്തിലുള്ള ചൂട് കൊടുത്തിട്ട് അവിടുത്തെ അണുക്കളെ നശിപ്പിച്ചു പോകുന്നത്. അതാണ് ഫ്ലാഷ് സ്റ്റെറിലൈസർ എന്ന് പറയുന്നത്. അപ്പൊ 3 തരത്തിലുള്ള സ്റ്റെറിലൈസേഷൻ ആണ് നമ്മൾ ഇന്ന് കണ്ടത്. ഓട്ടോക്ലേവ്സും പിന്നെ എത്തിലൈൻ ഓക്സൈഡ് മെഷീനും പിന്നെ ഫ്ലാഷ് സ്റ്റെറിലൈസറും. ഓക്കെ, ക്ലിയർ ആയോ? എന്താണ് സ്റ്റെറിലൈസേഷന്റെ 3 മെത്തേഡ് എന്നുള്ളത്? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം എന്താണ് സ്റ്റോറേജ് ഏരിയ. അപ്പൊ നമ്മള് കണ്ട് അല്ലെ, നമ്മള് വന്നത് എന്തിന്റെ ഫംഗ്ഷനാണ്, മറ്റേ ഇതിന്റെ അല്ലെ നമ്മുടെ CSPയുടെ ഒരു ഇതാണ്. റിസീവിംഗ് ഏരിയ തുടങ്ങി ക്ലീനിങ് ഏരിയയിലേക്ക് വന്നു, പിന്നെ പാക്കിംഗ് ഏരിയ വന്നു, പിന്നെ സ്റ്റെറിലൈസേഷൻ ഏരിയ വന്നു. ഈ സ്റ്റെറിലൈസേഷൻ ഏരിയയില് 3 ടൈപ്സ് ആണ് നമ്മൾ കണ്ടത്. ഓട്ടോക്ലേവും തന്നെ എത്തിലൈനും ഓക്സൈഡ് മെഷീനും തന്നെ ഫ്ലാഷ് സ്റ്റെറിലൈസർ. ഇനി സ്റ്റോറേജ് ഏരിയയിലേക്ക് വരികയാണ്. എന്താണ് ആഫ്റ്റർ സ്റ്റെറിലൈസേഷൻ the items are professionally stocked in a cleaned rack from where they are issued to the user departments. അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റ്സിനും ആവശ്യമായിട്ടുള്ള നമുക്കറിയാം ഇത് നേരത്തെ കൂട്ടി തന്നിട്ടുണ്ടാവും അല്ലെ. ഓരോ ഡിപ്പാർട്ട്മെന്റ് നമ്മൾ റിസീവിംഗ് ഏരിയയില് അവര് ആളുകൾ നിറഞ്ഞ കുറച്ച് എക്യുപ്മെന്റ്സ് ആണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ സ്റ്റോറേജ് ചെയ്ത് വെക്കുന്നത് അവരുടെ ആവശ്യാനുസൃതമായിട്ട് ഇതിന്റെ മാതൃക പ്രവർത്തനങ്ങളെല്ലാം ചെയ്തതിനു ശേഷമാണ് ഈ ഒരു സ്റ്റോറിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അത് ചെയ്ത് വെക്കുന്നത്. ഫസ്റ്റ് ഔട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് following the replacement of sterile in keeping demand on the department. അതായത് ഏത് ഡിപ്പാർട്ട്മെന്റും വരുമ്പോഴും ഫസ്റ്റ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ FIFO മെത്തേഡ്. ആദ്യം തന്നെ ആര് തന്നു അത് അല്ലെ, ആര് എക്യുപ്മെന്റ്സ് വേണമെന്ന് ആരാണ് ആവശ്യപ്പെട്ടത് അത് അനുസരിച്ചിട്ട് തന്നെ ഈ എക്യുപ്മെന്റ്സ് റെഡിയാക്കി അവരവിടെ കീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് ഫസ്റ്റ് ഔട്ട് എന്ന് പറയുന്നത്. ആരാണ് എന്നുള്ള രീതി അനുസരിച്ചിട്ട് തന്നെ ഇവര് ഇത് കീപ്പ് ചെയ്ത് സൂക്ഷിച്ച് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും. അതിനനുസരിച്ചിട്ടാണ് അതവര് സ്വീകരിക്കേണ്ടതായിട്ട് വരുന്നത്. ഇതാണ് പറയുന്നത്. വീണ്ടും പറയാൻ ഞാനൊന്നും കൂടി. ആഫ്റ്റർ സ്റ്റെറിലൈസേഷൻ the items are professionally stocked in a cleaned rack from where they are issued to the user department. ഉപയോഗിക്കുന്ന ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയിട്ട് എവിടെ നിന്ന് മേടിച്ചോ അത് വേണ്ടിയിട്ട് അത് അവര് ക്ലീൻ ചെയ്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും. ഏത് ഡിപ്പാർട്ട്മെന്റിനാണോ അവര് അത് ഇഷ്യൂ ചെയ്തത് അത് ഉപയോഗിക്കുന്ന ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയിട്ട് അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും. ഫസ്റ്റ് ഔട്ട് ഓഫ് FIFO is a principle to follow in the replacement of sterile in keeping demand of the department.
അതായത് റീപ്ലേസ്മെന്റ് വരുമ്പോൾ നമുക്കറിയാം വീണ്ടും തിരിച്ചു കൊടുക്കേണ്ടതുണ്ട് അല്ലെ. ആ റീപ്ലേസ്മെന്റ് വരുമ്പോൾ ഇവര് ഫിഫോ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. ആരാണോ ഫസ്റ്റ് കൊണ്ടുവന്ന് ഇവരെ ഏൽപ്പിച്ചിരിക്കുന്നത് അവര് അത് കൃത്യമായിട്ട് തന്നെ കഴിയുക. നമുക്കറിയാം ഒരു പ്രവർത്തനം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ലാഗ് ചെയ്ത് അവിടെ വെച്ചിട്ട് അവരവരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ പോയി കഴിഞ്ഞാൽ അത് അവിടെ തന്നെ ഇരിക്കുള്ളൂ. അതായത് ഇത്തരത്തിലുള്ള സ്റ്റെറിലൈസേഷൻ ഫംഗ്ഷൻ ഒന്നും നടത്തിയെന്ന് വരില്ല. അപ്പൊ എത്രയും പെട്ടെന്ന് അവരുടെ കാര്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കുക. അപ്പൊ അവരുടെ ആവശ്യം അനുസരിച്ചിട്ട് തന്നെ ഇവർക്ക് സപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇതാണ് ആ ഒരു രീതിയിൽ നിന്ന് മനസ്സിലാക്കി എടുക്കേണ്ടത്. നെക്സ്റ്റ് എന്താണ് ഡിസ്ട്രിബ്യൂഷൻ ഏരിയ. ഡിസ്ട്രിബ്യൂഷൻ ഏരിയയിൽ എന്താ പറയുന്നത്, it should be away from the accepting area and must have a window with a counter. In modern hospital they may be different lift, dump, elevators for shifting the sterile material to user department. അതായത് നമ്മളെ കണ്ടായിരുന്നത് ഏതൊരു ഓപ്പൺ വിൻഡോയിൽ നിന്നും കൂടിയാണ് ഇത് സ്വീകരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു വിൻഡോ കൂടി തന്നെയാണ് ഇത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. അതായത് തിരിച്ച് മറ്റു ആവശ്യാനുസൃതമായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിലേക്ക് അത് കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഇനി നല്ല ഇച്ചിരി കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ സൗകര്യമൊക്കെ ഉള്ളതാണെങ്കിൽ അവരെന്താണ് ഓരോ ലിഫ്റ്റിലേക്കും അതിന്റെ ഇതനുസരിച്ചിട്ട് തന്നെ ഡംപ് ചെയ്യുന്ന വെച്ചാൽ ഓരോ ലിഫ്റ്റിലേക്കും ഇത് എത്തിച്ചു കൊടുക്കാനുള്ള സൗകര്യം കൂടിയും ചെയ്തു കൊടുക്കുന്നുണ്ട്. ഹോസ്പിറ്റലിന്റെ ഫെസിലിറ്റീസ് അനുസരിച്ചിട്ടായിരിക്കും. അതല്ലെങ്കിൽ നമുക്കറിയാം ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഏത് ഏരിയയിലേക്ക് കൂടെ എത്തിക്കുന്നു, RCV ഏരിയയിലേക്ക് കൂടെ എത്തിക്കുന്നു. then അവർ ഡിസ്ട്രിബ്യൂഷൻ ഏരിയയിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് വീണ്ടും ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് ആവശ്യമായിട്ടുള്ള സമയത്ത് അത് കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഇതാണ് പ്രധാനമായിട്ടും ഇവിടുത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സ്റ്റെറിലൈസേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനത്തിന്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. നമുക്ക് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? പറയാം. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം ചില കാര്യങ്ങൾക്ക് കൂടുതൽ അണുക്കൾ നമ്മളെ പറ്റിപ്പിടിച്ചിരിക്കാനായിട്ട് സാധ്യതയുണ്ട് അല്ലെ. ചില എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത് ഒരുപാട് അതിലേക്ക് തിങ്ങി നിറഞ്ഞ അണുക്കൾ പറ്റിപ്പിടിക്കാൻ ചിലപ്പോൾ അതിന്റെ ഒരു പ്രത്യേകത അനുസരിച്ചിട്ടായിരിക്കും. ചില എക്യുപ്മെന്റ്സ് എന്ന് പറയാൻ നമുക്കറിയാം ഇപ്പൊ സിസേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ അതിന് കൂടുതൽ വയറും സംഭവങ്ങളൊന്നും ഇല്ല അല്ലെ, ട്യൂബും സംഭവങ്ങളൊന്നും ഇല്ല. അതും ഒരു എന്താ പറയുക ആ ഒരു എക്യുപ്മെന്റ് മാത്രമേ ഉള്ളൂ. അതേസമയം ചിലതില് എന്താണ് ഈ വയറും സംഭവങ്ങളും കൂടി കണക്ട് ചെയ്ത് ചില മെഷീൻസ് ഒക്കെ കൂടിയിട്ടൊക്കെ ആയിരിക്കും ഇത്തരത്തിലുള്ള എക്യുപ്മെന്റ്സ് വരുന്നത്. അപ്പൊ എന്താണ് അതിന്റെ ആ ട്യൂബും അതേപോലെ തന്നെ എക്യുപ്മെന്റ്സും എല്ലാം തന്നെ എന്താണ് നന്നായിട്ട് അണുക്കൾ നിറഞ്ഞതാവാനും സാധ്യതയുണ്ട്. അപ്പൊ അതിനെന്താണ് കൂടുതൽ സ്റ്റെറിലൈസേഷൻ ഫംഗ്ഷൻ നടത്തേണ്ടതുണ്ട്. അതായത് കൂടുതലായിട്ട് സമയം യൂസ് ചെയ്ത് തന്നെ എല്ലാ ഭാഗത്തേക്കും നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കുക. നമ്മൾ പറഞ്ഞു ക്ലീനിങ് ഏരിയ ഒക്കെ നമ്മൾ ചെയ്തു അല്ലെ, ബ്രഷ് ഒക്കെ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നതൊക്കെ അങ്ങനെ ചെയ്ത് അത് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ഈ പാക്കിംഗ് ഏരിയയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തിക്കുന്നത്. അപ്പൊ എന്താണ് അവിടെയൊന്നും കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ അവിടെയൊന്നും ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റാത്ത തരത്തിലുള്ള അണുക്കൾ പറ്റിപ്പിടിച്ചിരിക്കുന്ന സംഭവങ്ങളൊക്കെ ആയിരിക്കും. ഇപ്പൊ നമ്മൾ നേരത്തെ ഇതിനകത്ത് കണ്ടായിരുന്നു കാർഡിയാക് കത്തീറ്റേഴ്സ് എന്നൊക്കെ പറയുന്നത്. നമുക്ക് അല്ലെ നമ്മുടെ എന്തെങ്കിലും ബ്ലോക്ക് ഒക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓപ്പൺ സർജറികളെ ചെയ്യാതെ തന്നെ എന്താണ് ലാബിലൂടെ തന്നെ എന്തെങ്കിലും സ്റ്റെറിലൈറ്റ് ഇട്ട് കൊടുത്ത് അത് ബ്ലോക്ക് ചെയ്യുന്ന ഒരു അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു കത്തീറ്റേഴ്സ് ആണ്
അങ്ങനെയൊക്കെ വരുമ്പോഴെന്താണ് അത് പുഷ് ചെയ്യണം അല്ലെ, അതിലൂടെ തന്നെ പ്രവർത്തിച്ചു കൊണ്ടുപോകണം. അപ്പൊ അതിലൊക്കെ എന്താണ് അണുക്കൾ, ബ്ലഡുമായി ബന്ധപ്പെട്ടുള്ള അണുക്കളൊക്കെ പറ്റി പിടിച്ചിരിക്കാൻ ധാരാളം സാധ്യതയുണ്ട്. അത് നേത്രങ്ങൾ കൊണ്ടൊന്നും കണ്ടെത്താൻ പറ്റില്ല. നമ്മുടെ സാധാരണ രീതിയിൽ ക്ലീൻ ചെയ്തെടുത്താലൊന്നും അത്തരത്തിലുള്ള അണുക്കൾ നഷ്ടപ്പെട്ടു പോകാനും സാധിക്കില്ല. അതേമാതിരി തന്നെ നമുക്കറിയാം എൻഡോസ്കോപ്പി പോലുള്ള മെഷീൻ, അതായത് നമ്മുടെ സ്tomachലുള്ള എന്തുകളെല്ലാം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള മെഷീൻസ് ആണ്. അപ്പൊ അതെല്ലാം വായിലൂടെ കടത്തി വിട്ടിട്ടാണ് അതിന്റെ ആ ഒരു പിക്ചർ ക്ലിയർ ഔട്ട് ചെയ്യുന്നത്. അപ്പൊ എന്താണ് അതും എന്താണ് അതിലൂടെ അണുക്കൾ ഈ പറഞ്ഞോണം വൈറൽ സംഭവങ്ങളൊക്കെ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ അണുക്കളെ ഒന്നും പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാനൊന്നും സാധിക്കില്ല. അപ്പൊ ഇതിനെല്ലാം എന്താണ് ഗ്യാസ് ഉപയോഗിച്ചിട്ടുള്ള ഒരു രീതിയിലാണ് സ്റ്റെറിലൈസേഷൻ ഫംഗ്ഷൻ നടത്തുന്നത്. അപ്പൊ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് അണുക്കളെ നശിപ്പിച്ച് കളയാൻ സാധിക്കാത്തത് കൊണ്ട് ആ ഒരു കൂടുതൽ സമയം എടുത്ത് തന്നെയായിരിക്കണം ഈ സ്റ്റെറിലൈസേഷൻ ഫംഗ്ഷൻ നടത്തേണ്ടത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കോസ്റ്റ്ലിയാണ് ആ ഒരു മെഷീനൊക്കെ ഉപയോഗിച്ച് കാര്യം ചെയ്യുമ്പോൾ. ഇതാണ് ഇവിടെ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത്. ദിസ് മെത്തേഡ് ഇസ് primarily used for heat responsive and moisture responsive materials like, അതായത് ഹീറ്റും അതേമാതിരി തന്നെ മോയിസ്ചറുമായിട്ടുള്ള റെപ്രസെന്റ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. ലൈക്ക് കാർഡിയക് കത്തീറ്റേഴ്സ്, തന്നെ പ്ലാസ്റ്റിക് ഐറ്റംസ്, തന്നെ എൻഡോസ്കോപ്പ്, അതുപോലെയുള്ള സംഭവങ്ങൾക്കൊക്കെയാണ് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ കോസ്റ്റ്ലി മെഷീൻ. അത് നേരത്തെ പറഞ്ഞ മാതിരി ഒരുപാട് സമയമെടുത്ത് ഒരുപാട് ക്ലീൻ ചെയ്യേണ്ടതുള്ളത് കൊണ്ട് തന്നെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു മെഷീൻ തന്നെയാണ്. ആൻഡ് യൂസ് പോയിസണൈസ് ഗ്യാസ് ഡ്യൂ ടു വിച്ച് ഇറ്റ് ഈസ് നെസസറി ടു മേക്ക് ഷുവർ, ഒരു നിശ്ചിത രീതിയിലുള്ള പോയിസണൈസ് ആയിട്ടുള്ള, അതായത് ഗ്യാസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അറിയാലോ, ഗ്യാസ് എന്ന് പറഞ്ഞാൽ വാതകമാണ്. അത് ഒരുപാടൊന്നും യൂസ് ചെയ്താലേ ശരീരത്തിലേക്കൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അതൊക്കെ ഒരു ചെറിയ കണം പോലും ശരീരത്തിൽ പാടില്ല. പക്ഷെ അണുക്കളെ നഷ്ടപ്പെടുത്താൻ, നിർവീര്യമാക്കാൻ വേണ്ടിയിട്ടാണ് നിശ്ചിത അളവിലുള്ള ഇത്തരത്തിലുള്ള ഗ്യാസുകൾ ഉപയോഗിക്കുന്നത്. അപ്പൊ എന്താണ് വിച്ച് ഈസ് നെസസറി ടു മേക്ക് ഷുവർ ദാറ്റ് ദീസ് ഐറ്റംസ് ആർ ടു ബി ഫ്രീ ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ബിഫോർ യൂസിങ് ദം ഓൺ എ പേഷ്യന്റ്. അപ്പൊ ഇത്തരത്തില് ഗ്യാസ് ഉപയോഗിച്ചിട്ട് തന്നെ ഇത്രയും സമയം എടുത്ത് അണുക്കളെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം ഇതിമേ ഒന്നും തന്നെ ഫോം ചെയ്ത്, നമുക്കറിയാം ഇതിന്റെ പ്രോസസ്സ് കഴിഞ്ഞ് ചിലപ്പോൾ ഒരുപാട് ടൈം എടുത്തിട്ടാണെങ്കിൽ ഫുള്ളായിട്ട് ഗ്യാസ് എല്ലാം നിർവീര്യമാക്കി ഈ വസ്തു അത്രയും ക്ലിയർ ആക്കി വരുന്നതിന് കുറച്ച് സമയം കൂടുതൽ എടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ ആ ഒരു സമയക്രമം കൂടി ഇവിടെ പറയുന്നുണ്ട്. എന്താണ് 8 to 12 hours വരെ ഈ സൈക്കിൾ, ഈ ഇത്തരത്തിലുള്ള പ്രവർത്തനം ഇങ്ങനെ റൗണ്ടപ്പ് ചെയ്ത് ഗ്യാസ് തീർന്ന് ഇല്ലാതെയായി തീരെ ഒരു മോളിക്കൂൾ പോലും ഇല്ലാത്ത രീതിയിലേക്ക് അവസ്ഥയിലേക്ക് വരുമ്പോഴേക്കും അതിൽ അണുക്കളെല്ലാം നഷ്ടപ്പെടുത്തി ഗ്യാസുകളൊന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിയിട്ടാണ് ഇത് ഈ റീയൂസ് ചെയ്യുന്നത് എന്നുള്ളത്. ക്ലിയർ ആയോ? ഓക്കെ. ഇനി നമുക്ക് വേറെ എന്തെങ്കിലും നമുക്ക് നെക്സ്റ്റ് നോക്കാം. എന്താണ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് യൂസ്ഡ് ഇൻ CSSP. അതില് പറയാനുള്ളത് എന്താണ് പ്രധാനമായിട്ടും സൂചനകൾ, അതായത് ഇതിന്റെ നമ്മൾ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞല്ലേ സ്റ്റെറിലൈസേഷൻ ഫംഗ്ഷന് വേണ്ടിയിട്ട് ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടെന്ന് പറഞ്ഞു, നമ്മുടെ ETO പറഞ്ഞു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റെറിലൈസേഷൻ ഫംഗ്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ആ സൂചനകൾ അത് ഉപയോഗിക്കുമ്പോഴും ചില കാര്യങ്ങളെല്ലാം നമുക്ക് മോണിറ്റർ ചെയ്ത് മനസ്സിലാക്കാനൊക്കെ സാധിക്കും. അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഡിസ്പ്ലേയിങ് റെക്കോർഡ് ടൈം, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി ആൻഡ് പ്രഷർ ത്രൂ ഔട്ട് ദ ടൈം ഓഫ് ദ സ്റ്റെറിലൈസേഷൻ സൈക്കിൾ. അപ്പൊ ഇതോടൊപ്പം മെക്കാനിക്കൽ ഇൻഡിക്കേറ്റർ ഉപയോഗിച്ചിട്ടാണ് ഈ സ്റ്റെറിലൈസേഷൻ നടത്തണമെങ്കിൽ എന്താണ് ആ ഒരു സ്റ്റെറിലൈസേഷൻ നടത്തുന്നതോടൊപ്പം തന്നെ അതില് ടൈം എത്രത്തോളം ആണ് ഉപയോഗിച്ച് നമുക്കറിയാം, എത്ര മിനിറ്റ്സുകൾ നമ്മൾ യൂസ് ചെയ്തിട്ടാണ് ഓരോ ഫംഗ്ഷൻ നമ്മൾ കൈകാര്യം ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലേ. അപ്പൊ ആ ഒരു ടൈം അവിടെ ഡിസ്പ്ലേ ചെയ്ത് തരും, എത്രത്തോളം ടെമ്പറേച്ചർ ആണ് എടുത്തേക്കണെന്ന് കാണിച്ചു തരും, ഹ്യൂമിഡിറ്റി എത്രത്തോളം ആവി ഉണ്ട്, അതേമാതിരി തന്നെ അതിന്റെ പ്രഷർ ത്രൂ ഔട്ട് ടൈം അല്ലെ എത്രത്തോളം മർദ്ദം കൊടുത്തിട്ടുണ്ട് ആ സമയത്തൊക്കെ എന്നെല്ലാം കൃത്യമായിട്ട് തന്നെ ആ സ്റ്റെറിലൈസേഷൻ ആ ഒരു പ്രവർത്തനം നടത്തുന്നതോടൊപ്പം തന്നെ കാണിച്ചു തരുന്നുണ്ടെങ്കിൽ അത് മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് വഴിയാണ്. അതായത് ഇത് മോണിറ്റർ ചെയ്തെടുക്കുക. നമ്മളിപ്പോ
സ്റ്റെറിലൈസേഷൻ നടത്തുന്നതോടൊപ്പം തന്നെ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് സൂചനകളായിട്ട് ഉപയോഗിക്കുന്നത് ഈ മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ആണെങ്കിൽ അത് എത്രത്തോളം സമയം ഉപയോഗിച്ചു, അതല്ലെങ്കിൽ എത്രത്തോളം മർദ്ദം ഉപയോഗിച്ചു, അല്ലെങ്കിൽ എത്രത്തോളം ഹ്യൂമിഡിറ്റി അവിടെ കാണിച്ചിട്ടുണ്ട്, അതല്ലെങ്കിൽ എത്ര ചൂടാണ് അതിന് പ്രവഹിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ അത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും എന്നുള്ളത്. ഇനി കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് കൂടി ഉള്ള രീതിയിലുള്ള സ്റ്റെറിലൈസേഷൻ ഫംഗ്ഷൻ ആണ് നടത്തുന്നതെങ്കിൽ അവിടെ എന്താ പറയുന്നത്, ഓൾ കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഡിസൈൻ ടു റിയാക്ട് ടു ഫിസിക്കൽ കണ്ടീഷൻ ഇൻസൈഡ് ദ ആവി. നമ്മൾ പറഞ്ഞില്ലേ അതിൽ ഒരു മോയിസ്ചറിങ് ചെയ്യുന്ന എത്രത്തോളം ആവിയും കൂടി ഉപയോഗിച്ചിട്ടാണ് അവിടുത്തെ ഇതുകൾ എല്ലാത്തിന്റെയും സൂക്ഷ്മാണുക്കളെ നഷ്ടപ്പെടുന്നത്. എന്താ പറയുന്നത്, കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ all chemical indicators are designed to react to physical conditions inside the sterilizing chamber. അതായത് കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സിൽ കാണിച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും ഫിസിക്കൽ കണ്ടീഷൻസ്, ഭൗതികമായിട്ടുള്ള ഘടകങ്ങളാണ് ആ ചാമ്പറിൽ കാണിക്കുന്നത്. അതായത് ദിസ് കൺഫേം ദാറ്റ് an autoclave or steam sterilizer is working. There are many type of chemical indicators such as ടെസ്റ്റ് പാക്ക് ആൻഡ് കെമിക്കൽ ഇൻഡിക്കേറ്റർ സ്ട്രിപ്സ്. അതായത് നമ്മളിവിടെ സ്ട്രിപ്സ് വഴിയൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഇവിടെ കാണിച്ചിട്ടുണ്ട്. കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ പ്രത്യേകമായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ട്രിപ്പ് വഴിയായിട്ടാണ് കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഇത് സൂചനകൾ കാണിക്കുന്നത് എങ്കിൽ ഇതിനൊരു പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്, അത് പ്രത്യേകമായിട്ട് പറയുന്നില്ല എങ്കിലും ഇതിൽ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ സ്ട്രിപ്പ് കൂടി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഇതിൽ കുറച്ച് കളേഴ്സ് ഉണ്ട് അല്ലെ. ഈ കളറുകള് പൂർണ്ണമായിട്ടും ഇല്ലാതെ ആവുകയാണെങ്കിൽ അവിടുത്തെ കൊല്ലുന്നു അല്ലെ, അവശേഷിക്കുന്ന എല്ലാ അണുക്കളും തന്നെ പോയിട്ടുണ്ടെന്ന് നമുക്ക് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും. കളേഴ്സ് അതാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. ഈ ഒരു സ്ട്രിപ്പിന്റെ കളേഴ്സ് കൂടി വന്നത് ഇൻക്ലൂഡ് ചെയ്തിട്ടാണെങ്കിൽ എല്ലാ സൂക്ഷ്മജീവികളും നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് കൃത്യമായിട്ട് കൈകാര്യം ചെയ്ത് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഇത്രയും കളറും കൂടി ബാക്കിയുണ്ടെങ്കിൽ സംതിങ് എന്തോ ഒന്നും കൂടി കുറച്ചുകൂടി നഷ്ടപ്പെടാനുണ്ട്. അപ്പൊ നമ്മൾ വീണ്ടും അത് കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അത് മനസ്സിലാക്കാൻ ഐഡന്റിഫൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ നേരത്തെ മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന സൂചനകൾ ഉപയോഗിച്ചപ്പോഴെന്താണ്, നമുക്കത് എത്രത്തോളം സമയം ഉപയോഗിച്ചു, അല്ലെങ്കിൽ എത്രത്തോളം മർദ്ദം ഉപയോഗിച്ചു, അല്ലെങ്കിൽ എത്രത്തോളം ചൂടുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം നീരാവി ഇത് വന്നു, അങ്ങനെയുള്ള ആവി എത്രത്തോളം പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതൊക്കെയാണ് കാണിക്കുന്നത്. അതേസമയം കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സിന്റെ പ്രത്യേകത അനുസരിച്ചിട്ട് നമ്മളൊരു ചെറിയ ഈ ഒരു സ്ട്രിപ്പ് ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ കൈകാര്യം ചെയ്യണമെങ്കിൽ ആ ഒരു കളറ് അത് എത്രത്തോളം യൂസ് ചെയ്തു, അപ്പൊ എത്രത്തോളം അത് തീർന്നിട്ടുണ്ട്, ആ സൂക്ഷ്മജീവികൾ അതോടുകൂടി അത്രയും നഷ്ടപ്പെട്ടു, ഒന്നുമില്ല എങ്കിലും ഒക്കെ അത് ക്ലീൻ ആയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ കുറച്ച് കളർ ഗ്യാപ്പ് കാണുന്നുണ്ടെങ്കിൽ ആ എത്രത്തോളം സൂക്ഷ്മജീവികൾ കൂടി അതിന് ഇനിയും നിർവീര്യമാക്കാനുണ്ട് എന്നുള്ള സൂചന കാണിച്ചു തരും. ഓക്കെ, ഇത് നമ്മൾ എന്തിനാണ് അങ്ങനെ അപ്ലൈ ചെയ്തത്, നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ആ സൂചനകൾ ഉപയോഗിക്കുന്നത് അല്ലെ. നമ്മളിപ്പോ എന്തിനാ ഇൻഡിക്കേറ്റേഴ്സ് അങ്ങനെയാണല്ലോ, നമ്മളിപ്പോ ഇത് ചെയ്യുമ്പോൾ അല്ലെ, നമ്മുടെ റെഡ് ലൈറ്റും ഗ്രീൻ ലൈറ്റും യെല്ലോ ലൈറ്റ് ഒക്കെ വരുന്നത് നമുക്ക് പോകാനുള്ള പെർമിഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് അല്ലെ. നമുക്ക് ഗ്രീൻ കാണുമ്പോൾ നമുക്ക് അലൗഡ് ആണ്, നമുക്ക് പോകാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞ മാതിരി തന്നെ ഈ ഒരു ഇൻഡിക്കേറ്റർ ഈ സൂചനകൾ കൂടി ഉൾപ്പെടുത്തി സ്റ്റെറിലൈസേഷൻ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്താണ്, ഇതിൽ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ സിഗ്നൽ അനുസരിച്ചിട്ട് തന്നെ അത് വീണ്ടും സ്റ്റെറിലൈസേഷൻ പ്രോസസ്സിലേക്ക് റൺ ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഇനി വീണ്ടും പറയുന്നുണ്ട് എന്താണ് ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. അത് കൃത്യമായിട്ട് ഇവിടെ വിവരിച്ച് പറയുന്നില്ല, ഞാനത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതാണ്. പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് ഇതാണ് എളുപ്പം. അതായത് ഇതിൽ പറയുന്ന പോയിന്റ്സ് മാത്രമായ നിങ്ങൾക്ക് പെട്ടെന്ന് അത് തിരിച്ചറിയാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് വ്യക്തമാക്കി തന്നത്. ഇതിൽ തരുന്ന സ്ട്രിപ്പിൽ കാണുന്ന ഒരു ഇതും കൂടി കളറും കൂടി നോട്ട് ചെയ്തിട്ടാണ് ഓക്കെയാണ് ഈ അണുക്കളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ല എന്ന് തീർച്ചപ്പെടുത്തുന്നത്. ഇനി ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ആർ ഓൾസോ നോൺ ഇൻ ദ നെയിം ഓഫ് bion indicators. They are living creatures such as the microorganisms. They usually to perform sterilization performance to verify the sterilization procedure, display the sterilization effect of the production process, etc.
ഇതിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ട്യൂബ് അല്ലെ, ഇതിലൂടെ വീണ്ടും ഇതും കൂടി ഉപയോഗിച്ചിട്ടാണ് ആ ഒരു സൂക്ഷ്മ ജീവികളെ നഷ്ടപ്പെടുത്തുന്ന പ്രോസസ്സ് ഉപയോഗിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ ട്യൂബിലൂടെ ഇതേമാതിരി തന്നെ എന്താ നമ്മുടെ കളർ കൃത്യമായിട്ട് വെരിഫൈ ചെയ്ത് കാണിക്കും. എല്ലാം തീർന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവിടെ ഇനി സൂക്ഷ്മ ജീവികളൊന്നും അവശേഷിക്കുന്നില്ല എന്ന്. അപ്പൊ വീണ്ടും ഇതിൽ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ നമുക്ക് മനസ്സിലാവും അവിടെ എന്തോ സംതിങ് അവശേഷിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ അതനുസരിച്ചിട്ട് സ്റ്റെറിലൈസേഷൻ ഫംഗ്ഷൻ വീണ്ടും നടത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതാണ് ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സിന്റെ പ്രത്യേകത. ഇതൊരു സ്ട്രിപ്പ് ആണെങ്കിൽ നമുക്കറിയാം ഇപ്പൊ ഇങ്ങനെയുള്ള രീതിയിലുണ്ട്, ട്യൂബ് രീതിയിലുമുണ്ട്. അപ്പൊ ഏത് രീതിയിലും അത് ഉപയോഗിക്കാം. ആ സ്റ്റെറിലൈസേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ രീതി അനുസരിച്ചിട്ട് അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും എന്നുള്ളത്. അപ്പൊ മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, ദെൻ ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഇങ്ങനെ 3 തരത്തിലുള്ള ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഇവിടെ വിഭജിച്ചിരിക്കുന്നത്. കാണിച്ചു നോക്കാം. ഓക്കെ, പറയാം. വീണ്ടും അതോടെ റിപ്പീറ്റ് ചെയ്യാൻ എനിക്ക് തോന്നിയായിരുന്നു. കാരണം ഇതിൽ പറയുന്ന വേർഡ്സ് തന്നെയല്ലല്ലോ, കുറച്ചും കൂടി അഡീഷണൽ ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്താണ് മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അതിലെ നമ്മള് മെഷീൻസ് അല്ലെ, നമ്മൾ എന്തെങ്കിലും ഒരു ഡിസ്പ്ലേ കാണിക്കുന്ന തരത്തിലുള്ള മെഷീൻസ് യൂസ് ചെയ്താൽ എന്താ പ്രത്യേകത? അവിടെ സ്റ്റെറിലൈസേഷൻ ഫംഗ്ഷന്റെ ഒപ്പം ഡിസ്പ്ലേയും കൂടി വരും അല്ലെ. അത് സമയം എപ്പോ സ്റ്റാർട്ട് ചെയ്യും, ഇത്രത്തോളം സമയം അവിടെ ഉപയോഗിച്ചു, അല്ലെങ്കിൽ ഇത്രത്തോളം ടെമ്പറേച്ചർ അവിടെ ഉപയോഗിച്ചു, അല്ലെങ്കിൽ ഇത്രത്തോളം ഹ്യൂമിഡിറ്റി അല്ലെ, ആവിയിലാണ് സൂക്ഷ്മാണുക്കളെ നശിപ്പിക്കുന്നതെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ചൂടും ആവിയും എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളതെല്ലാം കാണിച്ചു തരും. എത്രത്തോളം മർദ്ദം ഉണ്ട് എന്നുള്ളതെല്ലാം ഡിസ്പ്ലേ ചെയ്തു തരും. മെഷീനാണ് അല്ലെ, മെഷീനും കൂടി നമ്മൾ സൂചനയായിട്ട് ഈ സ്റ്റെറിലൈസേഷനൊപ്പം കൊടുക്കുകയാണ്. അത് ഡിസ്പ്ലേ ചെയ്തു തരും. ഇനി കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ കെമിക്കലാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് കൂടി നിങ്ങളുടെ ശ്രദ്ധപ്പെടുത്തേണ്ടതുണ്ട്. അതായത് രണ്ടാമത്തേൽ കെമിക്കൽ ഇൻഡിക്കേറ്റർ, കെമിക്കൽ ആയിട്ടുള്ള ഒരു സ്ട്രിപ്പ് ഉപയോഗിച്ചിട്ട് അതിന് അത്തരത്തിലുള്ള വസ്തുക്കളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം ബയോളജിക്കൽ എന്ന് പറയുമ്പോൾ നമ്മളുടെ തന്നെ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ബയോളജിക്കൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാലേ, ബയോളജിക്കൽ എന്ന് പറയുമ്പോൾ വേസ്റ്റുകളാണെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. സ്ട്രിപ്പ് എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ വേസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം അത് പ്ലാസ്റ്റിക് സംഭവങ്ങളും കെമിക്കലാണ്. അത് വീണ്ടും വേസ്റ്റ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അത് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ബയോളജിക്കൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സംഭവങ്ങളെല്ലാം തന്നെ ബയോളജിക്കലായിട്ട് തന്നെ വേസ്റ്റ് ആയി പൊക്കോളും, പ്രശ്നങ്ങളൊന്നും ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. അതാണ് അത് തമ്മിലുള്ള വേരിയേഷൻസ്. രണ്ടിലും ഒരേ എഫക്റ്റ് തന്നെയാണ്. അതായത് ആ കളർ അനുസരിച്ചിട്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. എന്താണ് എത്രത്തോളം ഇനിയും ഫംഗ്ഷനുണ്ട്, കളർ വേരിയേഷൻ അനുസരിച്ചിട്ട് ഇനിയും അവിടെ ഇത്രത്തോളം സൂക്ഷ്മജീവികൾ കൂടി അവശേഷിക്കുന്നുണ്ട് എന്ന്. അതായത് ബയോളജിക്കൽ എന്ന് പറയുമ്പോൾ ആ കളർ കാണിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് മനസ്സിലാകും അവിടെ എത്രത്തോളം സൂക്ഷ്മജീവികളുണ്ട് എന്നുള്ളത്. പക്ഷെ ഈ ഒരു ഇൻഡിക്കേറ്ററിന്റെ പ്രത്യേകത ഇത് നമുക്ക് വീണ്ടും അല്ലെ ബയോളജിക്കൽ ആയിട്ടുള്ള ഫാക്ട് ആയതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. കെമിക്കൽ ആയിട്ട് തന്നെ ഉപയോഗിക്കേണ്ട അല്ലെ നമ്മുടെ ഡിസ്പോസും കാര്യങ്ങളൊന്നും വരില്ല എന്നുള്ളത് കൂടിയാണ് ഈ ബയോളജിക്കൽ ആയിട്ടുള്ള ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുന്നത് പ്രത്യേകത. ഇനി അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ഇച്ചിരി കൂടി മനസ്സിലായി കാണുന്നതാണ്. അപ്പൊ മെക്കാനിക്കൽ എന്ന് പറയുന്ന ഡിസ്പ്ലേ മാത്രമേ കാണിച്ചു തരുന്നുള്ളൂ. ഇനിയും അവിടെ സൂക്ഷ്മജീവികൾ ഉണ്ടോ എന്നുള്ളത്, അവശേഷിക്കുന്നുണ്ടോ എന്നുള്ളത് കാണിച്ചു തരുന്നു. അതാണ് മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സിന്റെ പ്രത്യേകത. ഇനി സെക്കൻഡ് വണ് കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള സ്ട്രിപ്പുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അതും കൂടി ആഡ് ചെയ്തിട്ടാണ് സ്റ്റെറിലൈസേഷൻ ഒരു ഇതുണ്ടാവും, പോർഷൻ ഉണ്ടാവും. ആ പോർഷനും കൂടി ഉപയോഗിച്ചിട്ട് സ്റ്റെറിലൈസേഷൻ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതനുസരിച്ച് തന്നെ അതിന്റെ കളറിംഗ് കോഡുകൾ നിർവീര്യമായി പോയിക്കൊണ്ടിരിക്കും. സൂക്ഷ്മജീവികളെല്ലാം നഷ്ടപ്പെടുമ്പോൾ അതനുസരിച്ചിട്ട് തന്നെ ആ ഒരു കളറിംഗ് കോഡ് പൂർണ്ണമായിട്ടും ഒഴിവായിരിക്കും.
അപ്പൊ അവിടെ പക്ഷെ ഉപയോഗിക്കുന്ന വസ്തു കെമിക്കൽ ആയതുകൊണ്ട് തന്നെ ചെറിയ ഒരു സ്ട്രിപ്പ് വേസ്റ്റ് ആയിട്ട് നമ്മൾക്ക് അത് ഡിസ്പോസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സിലും എന്താണ് ഇത്തരത്തിലുള്ള സൂക്ഷ്മമായിട്ടുള്ള വസ്തുക്കളും അതുപോലെ ബയോവുമായിട്ട്, അതായത് നാച്ചുറലി ആണ് അല്ലെ, അതുമായി ബന്ധപ്പെട്ട നെയിം പറയുന്നതാണ്. ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ആർ ഓൾസോ നോൺ ഇൻ ദ നെയിം ഓഫ് ബയോ ഇൻഡിക്കേറ്റേഴ്സ്. അതായത് പ്രകൃതിക്ക് ഇണങ്ങുന്ന തരത്തിലുള്ള സൂചനകളാണ് അവിടെ ഉപയോഗിക്കുന്നത്. They are living creatures such as a microorganism. അതായത് മൈക്രോ സൂക്ഷ്മമായ സംഭവങ്ങൾ കൊണ്ട് തന്നെ അതായത് അജൈവമായിട്ടുള്ള അല്ലെ, നമ്മുടെ പ്രകൃതിയോട് ഇണങ്ങി പൊക്കോളും അത് അത്തരത്തിലുള്ള വേസ്റ്റ്. They use it to conform a sterilization performance to verify the sterilization procedure, display the sterilization effect on the production process, etc. അതായത് എത്രത്തോളം പ്രൊഡക്ഷൻ, അതായത് എത്രത്തോളം സൂക്ഷ്മജീവികളെ നഷ്ടപ്പെടുത്തി എന്നുള്ളത് കൃത്യമായിട്ട് ഇൻഫോം ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുന്നത്. പക്ഷെ അത് ബയോമായിട്ടുള്ള പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ അത് എന്താണ് ഡിസ്പോസ് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അല്ലെ, അത് നാച്ചുറലി ആയിട്ട് പൊക്കോളും. അതേസമയം കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സിന്റെ പ്രത്യേകത അത് ഉപയോഗിച്ച് എത്രത്തോളം വസ്തുക്കളാണ് നഷ്ടപ്പെട്ടത്, സൂക്ഷ്മജീവികൾ നഷ്ടപ്പെട്ടതെന്ന് ഐഡന്റിഫൈ ചെയ്യാനൊക്കെ സാധിക്കും. പക്ഷെ ഈ സ്ട്രിപ്പ് എന്താണ് കെമിക്കൽ ആയതുകൊണ്ട് അത് നിർവീര്യമാക്കാനായിട്ടുള്ള ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായിട്ട് വരും. അതാണ് പറയുന്നത് സച്ചാസ് ടെസ്റ്റ് പാക്ക് ആൻഡ് കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് സ്ട്രിപ്സ്. അതൊരു സ്ട്രിപ്സ് ആയിട്ടാണ് അത് പ്രധാനമായിട്ടും വരുന്നത്. അത് ഉപയോഗിച്ച് നമുക്ക് ഇതേമാതിരി തന്നെയുള്ള എത്രത്തോളം സൂക്ഷ്മജീവികൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ക്ലിയർ ആയോ? ആണോ? പറ്റി ഞാനൊന്ന് നോക്കിയേക്കട്ടെ. ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് നെയിം IN തന്നെ യൂസ് ചെയ്തോട്ടാ. BIOIATACATORS ബയോ ഇൻഡിക്കേറ്റേഴ്സ്. ഇല്ല, ഞാൻ നേരത്തെ പറഞ്ഞു ഓരോ ഇത് ഉപയോഗിക്കുന്നത് നമുക്കറിയാം. ഇതൊക്കെ എക്സ്പെൻസീവ് ആയിട്ടുള്ളതനുസരിച്ചിട്ട് തന്നെ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും ഇത് ഉപയോഗിക്കുന്നത്. അത് ചിലതിന് ഓട്ടോക്ലേവ് മെഷീൻ യൂസ് ചെയ്ത് ഉപയോഗിക്കേണ്ടതേ ഉള്ളൂ എങ്കിൽ അത് ആ ഒരു മെഷീൻ ഉപയോഗിച്ചിട്ട് നിർവീര്യമാക്കുള്ളൂ. അത് നമുക്കറിയാം കോസ്റ്റ്ലി അല്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പൊ ആ ഒരു രീതിയിൽ സൂക്ഷ്മജീവികളെ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അവിടെ നമുക്കറിയാം എത്രത്തോളം അണുക്കൾ നഷ്ടപ്പെട്ടു എന്ന് അറിയുന്നില്ല. പക്ഷെ അത്രയും അണുക്കൾ പറ്റിപ്പിടിക്കാത്ത വസ്തുക്കളായിരിക്കും അത് അങ്ങനെ നിർവീര്യമാക്കുകയുള്ളൂ. മറ്റു കൂടുതൽ സൂക്ഷ്മജീവികളുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുന്നതനുസരിച്ചിട്ട് അത് ഇത്തരത്തിലുള്ള കോസ്റ്റ്ലി ആണെങ്കിൽ കൂടി നമുക്കറിയാം VTO പോലെയുള്ള രീതിയിൽ തന്നെ സ്റ്റെറിലൈസേഷൻ നടത്തും. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള സ്റ്റെറിലൈസേഷൻ നടക്കുമ്പോൾ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഇതൊക്കെ ചിലപ്പോൾ യൂസ് ചെയ്തിട്ട് വരാം. അത് ഹോസ്പിറ്റലിന്റെ ഒരു യൂസ് ചെയ്യുക അല്ലെ, ആ ഡിപ്പാർട്ട്മെന്റ് എന്താ ഫോളോ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് തന്നെ നടക്കും. നമുക്ക് നെക്സ്റ്റ് അധികം പഠിപ്പിക്കാനില്ല അല്ലെ, ഇന്നെ തീർക്കണം എന്നില്ല. ഇന്നെ തീർക്കണം എന്നുണ്ടോ? നെക്സ്റ്റ് ക്ലാസ്സിൽ തീർത്താൽ പോരെ? അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും നമുക്ക് ഇതുകൂടെ ഉള്ളോ? ഒന്നും പറയുന്നുണ്ട്, ജസ്റ്റ് ഒന്നും പറയുന്നുണ്ട്. ഞാൻ എന്തെടുക്കണം കാരണം നമുക്ക് ഇനി ക്ലാസ് ഉണ്ട്. പിന്നെ നമുക്ക് തീർക്കാനായിട്ട് നിങ്ങൾക്ക് ഇനി വേറെ ഒന്നും ടോപ്പിക് ഇല്ലല്ലോ, ഇനി എടുത്താൽ മതി. ഓക്കെ, പറയാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചോളൂ. ഞാൻ ഇനി എന്തെങ്കിലും കൂടുതൽ എക്സാമ്പിൾ പറയാൻ പറ്റുമോ നോക്കിയിട്ടാ നോക്കട്ടെ.
ജസ്റ്റ് ഒന്ന് വായിക്കേ. നമുക്കതില് ഓരോ സെന്റൻസും മീൻ ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്നുള്ളത്. ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ആർ ഓൾസോ നോൺ ഇൻ ദ നെയിം ഓഫ് ബയോ ഇൻഡിക്കേറ്റേഴ്സ്. അതായത് ബയോ ഇൻഡിക്കേറ്റേഴ്സ് എന്നാണ് ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സിൽ നമ്മൾ വിളിക്കുന്നത്. കാരണം അത് സൂക്ഷ്മ ജീവികളാണ്. അതിൽ ജസ്റ്റ് ഇതിൽ ഈ ബോട്ടിൽ നിങ്ങൾ കണ്ടാൽ അറിയാൻ പറ്റും. അതിൽ നമുക്കറിയാം ചെറിയ രീതിയിലുള്ള സൂക്ഷ്മാണുക്കളാണ് അതിൽ അടങ്ങിയിരിക്കുന്നത്. അതായത് ഈ ഒരു ഫംഗ്ഷൻ സ്റ്റെറിലൈസേഷൻ നടക്കുന്നതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഈ ചെറിയ അണുക്കൾ ഇത്രയും പോയിട്ടുണ്ട്, ഇനിയും ഇത്രയും വേസ്റ്റിൽ നിൽക്കുന്നുണ്ട്. അത് ഒരിക്കലും എന്താണ് നമ്മളുടെ അതായത് പൊതുവെ ബുദ്ധിമുട്ടുള്ള ദോഷമുള്ള ഒരു സംഭവമല്ല. അത് നമുക്ക് എന്താണ് ഡിസ്പോസ് ചെയ്യാൻ എളുപ്പമാണ്. ഇത് ആർക്കും ഉപദ്രവമുള്ള സൂക്ഷ്മജീവികളല്ല. പക്ഷെ ഇത് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്ത് ഇത്രത്തോളം ഇനിയും അവശേഷിക്കുന്നുണ്ട് എന്ന് പോയിന്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതില് ഇത്തരത്തിലുള്ള സംഭവം ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നോക്കാം. ദേ ആർ ലിവിങ് ക്രിയേച്ചർ സച്ച് ആസ് മൈക്രോ ഓർഗാനിസംസ്. നമ്മള് നേരത്തെ അല്ലെ നമ്മള് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ അല്ലെ സ്പിലേജ് വേസ്റ്റ് കണ്ടായിരുന്നു അല്ലെ, മൈക്രോ ഓർഗാനിസം ഉപയോഗിച്ചിട്ട് സൂക്ഷ്മജീവികളെ ആ വേസ്റ്റ് ഒരുപാട് വേസ്റ്റുകൾ ഒരുപാട് കൂടുതൽ വേസ്റ്റുകൾ ഉണ്ടെങ്കിൽ സൂക്ഷ്മജീവികളെ നമ്മൾ അതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ വലിയ അണുക്കളെ അത് നശിപ്പിച്ച് കളഞ്ഞ് സൂക്ഷ്മജീവികൾ കൊണ്ട് തന്നെ നശിപ്പിച്ച് കളഞ്ഞ് അത് നിർവീര്യമാക്കി നമുക്ക് സാധാരണ രീതിയിൽ ബയോളജിക്കലായിട്ട് അതായത് നമ്മുടെ എന്താ പറയുക ജൈവ മാതൃക രീതിയിലേക്ക് മണ്ണിലേക്കൊക്കെ ലയിക്കാവുന്ന രീതിയിലേക്ക് എത്തിപ്പെടുത്തുന്ന ഒരു രീതിയാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് വലിയ വലിയ വേസ്റ്റുകളെ അത് നിർവീര്യമാക്കാനായിട്ട് സൂക്ഷ്മാണുക്കളെയാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഇത് തന്നെയാണ് ഇവിടെയും ഉദ്ദേശിക്കുന്നത്. ദേ ആർ ലിവിങ് ക്രിയേച്ചർ സച്ച് ആസ് മൈക്രോ ഓർഗാനിസംസ്. അത് ചെറിയ ഒരു സൂക്ഷ്മ കണങ്ങളാണ് അത് ഉപയോഗിക്കുന്നത്. They usually to confirm sterilization performance to verify the sterilization procedure. അത് എന്തിനെ സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള മുതലുകൾ ഉപയോഗിക്കുന്നത്? അത് സ്റ്റെറിലൈസേഷന്റെ പ്രവർത്തനത്തെ സ്ഥിരീകരിക്കാൻ. അത് ഡിസ്പ്ലേ ദ സ്റ്റെറിലൈസേഷൻ എഫക്റ്റ്. അത് എത്രത്തോളം നന്നായിട്ട് എഫക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ആ ഒരു എക്യുപ്മെന്റ്സിലുള്ള അണുക്കളെ എത്രത്തോളം നശിപ്പിച്ച് കളയുന്നുണ്ട് അതിന് സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്നത്. ദെൻ പറയുന്നുണ്ട് ഓഫ് ദ പ്രൊഡക്ഷൻ പ്രോസസ് എക്സെട്ര.
പിന്നെ പ്രൊഡക്ഷനും കാണിക്കുന്നുണ്ട്. അതായത് തീർത്തും നിർവീര്യമാക്കിയോ ഇല്ലയോ എന്ന് കൃത്യമായിട്ട് തന്നെ അത് കാണിച്ചു തരുന്നുണ്ട്. ആ സൂചന മനസ്സിലാക്കി തരുന്നുണ്ട്. അതായത് നമ്മുടെ മറ്റു രീതിയിലുള്ള എഫക്റ്റ് വരാത്ത തരത്തിലുള്ള സൂക്ഷ്മ ജീവികളാണ് അതിലുള്ളത്. അപ്പൊ ഇത് ഉപയോഗിച്ച് ഈ ഇൻഡിക്കേറ്റർ ഉപയോഗിച്ചിട്ട് വരുമ്പോൾ നമുക്കറിയാൻ പറ്റും എത്രത്തോളം സൂക്ഷ്മ അണുക്കൾ ഉണ്ടെങ്കിൽ അത്രത്തോളം അത് എന്താ പറയുക അത് നശിച്ചു പോയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഇവിടെ കൃത്യമായിട്ട് പറയുന്നു they used it to confirm sterilization performance to verify the sterilization procedure. ആ പ്രൊസീജിയർ എത്രത്തോളം നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യുന്നുണ്ട് എന്ന് വെരിഫൈ ചെയ്യാനായിട്ട് ഈ ഒരു ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുമ്പോൾ സാധിക്കുന്നു. ഡിസ്പ്ലേ ദ സ്റ്റെറിലൈസേഷൻ എഫക്ട് ഓഫ് ദ പ്രൊഡക്ഷൻ പ്രോസസ് എക്സെട്ര. അത് വീണ്ടും കാണിച്ചു തരുന്ന മറ്റൊരു കാര്യം നന്നായിട്ട് തന്നെ എഫക്റ്റീവായിട്ട് കാര്യക്ഷമമായിട്ട് ഇതിന്റെ പ്രവർത്തനം നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനായിട്ടും ഈ ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുമ്പോൾ സാധിക്കുന്നു എന്നുള്ളത്. ഓക്കെ, ഇതിൽ എന്താണ് ഇതെങ്ങനെയാണെന്നുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നില്ല, എന്നാലും ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാനിത് മനസ്സിലാക്കി തന്നതാണ്. ഈ ഒരു രീതിയിലാണ് ഈ ഇൻഡിക്കേറ്റർ സൂചനകൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത്. നമുക്കറിയാം ചിലതില് എന്താണ് ഡിസ്പ്ലേ മാത്രമേ കാണിച്ചു തരുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ നേരത്തെ ചോദിച്ച മാതിരി എല്ലാ ഇതിലുള്ള എന്താണ് യൂസ് ചെയ്യണേന്ന് നമുക്കറിയില്ല. എന്താണ് ഓരോ ഹോസ്പിറ്റലിന്റെ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ത് യൂസ് ചെയ്യുന്നു, ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിലൂടെയാണ് അത് യൂസ് ചെയ്യുന്നത്. ചിലത് മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ആയിരിക്കും, ചിലതിൽ കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്, ചിലതിലും ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ആയിരിക്കും. ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സിൽ സൂക്ഷ്മമായിട്ടുള്ള ജീവികളെ അത് എത്രത്തോളം നഷ്ടപ്പെട്ടു എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം. ഓക്കെ, ക്ലിയർ ആയോ എന്ന് പറഞ്ഞു. എനിവേ എന്തെങ്കിലും ഇനി വേറെ എന്തെങ്കിലും ഡൗട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സോട് കൂടിയിട്ട് നമുക്ക് തീർക്കാം. താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. Thank you, ma'am. Thank you, ma'am.